ജീവജാലങ്ങളായിക്കോട്ടെ, നമ്മളായിക്കോട്ടെ. അപ്പൊ ഈ മൂന്ന് ഫാക്ടേഴ്സും പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രകൃതിക്കും മനുഷ്യനും ദോഷമില്ലാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റ് ആണ് കമ്പനി നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു അഷ്യൂർ നാച്ചുറൽ കാറ്റഗറിയിൽ വരുന്ന ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാ പ്രൊഡക്ട്സും തന്നെ വേഗൻ പ്രൊഡക്ട്സ് ആണ്. വേഗൻ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ ആനിമൽസിനെയും മീൻസ് എഫക്ട് ചെയ്യാതെയും അതുപോലെ തന്നെ ആനിമൽ ഫാറ്റ് യൂസ് ചെയ്യാതെയും 100% വെജിറ്റേറിയൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമുക്ക് ഇവിടെ കമ്പനി തരുന്നത്. അതുപോലെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. സൾഫേറ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ പ്രൊഡക്റ്റിന്റെയും തിക്നെസ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് സൾഫേറ്റ്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ആ ഒരു കണ്ടന്റ്, അതിന്റെ ഒരു ലെവൽ വോളിയമൈസ് കൂട്ടാൻ വേണ്ടിയിട്ടും തിക്കാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് സൾഫേറ്റ്. നമ്മുടെ ഒരു പ്രൊഡക്റ്റിലും അത്തരത്തിലുള്ള കെമിക്കൽ യൂസ് ചെയ്തിട്ടില്ല. ദെൻ പാരബിൻ ഫ്രീ. പാരബിൻ ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്രൊഡക്റ്റിന്റെ ലൈഫ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. എക്സ്പയറി ഡേറ്റ് ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കുറെ മാർക്കറ്റിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ നോക്കിക്കോളും, എല്ലാം പാരബിൻ യൂസ്ഡ് ആയിരിക്കും. കാരണം അതിന്റെ എക്സ്പയറി ഡേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതിന്റെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കെമിക്കൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കെമിക്കൽ പോലും നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ യൂസ് ചെയ്തിട്ടില്ല. ദെൻ പെറ്റ സർട്ടിഫൈഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോ ആനിമൽ ക്രുവൽറ്റി, അതുപോലെ ആനിമൽ ടെസ്റ്റഡ് അല്ല, യാതൊരുവിധ ആനിമൽ ഫാറ്റും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ പോലും കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മുടെ അഷ്യൂർ നാച്ചുറൽ കാറ്റഗറീസ് വരുന്നത്. അതുപോലത്തെ ഇതിലും ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേൾഡ് ക്ലാസ് ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് വിശ്വസിച്ച് 100% വിശ്വസിച്ച് നമുക്ക് നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും. അപ്പം നമുക്ക് പ്രൊഡക്റ്റ് കാറ്റഗറിയിലേക്ക് കിടക്കാം. ഹിയർ ഇൻട്രൊഡ്യൂസിങ് അഷ്യൂർ നാച്ചുറൽ പ്രൊഡക്റ്റ് കാറ്റഗറി. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഈസ് അഷ്യൂർ നാച്ചുറൽ ഫേസ് സ്ക്രബ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആണ് ഫേസ് സ്ക്രബ്. ഇതില് ശരിക്കും ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫേസ് സ്ക്രബ്. കാരണം ഇതില് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പപ്പായയും അഗറുമാണ് ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ്. അതിൽ നമുക്ക് ശരിക്കും പപ്പായയുടെ സ്കൾപ്പ് നമ്മളത് എടുക്കുന്ന സമയത്ത് തന്നെ ആ സ്കൾപ്പ് ഇത് ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ സെയിം കളറിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു ഫ്രഷ്നെസ്സും നല്ല സ്മെല്ലും ഇമ്മീഡിയറ്റ് റിസൾട്ട് ആണ് നമുക്ക് ഈ ഫേസ് സ്ക്രബ് യൂസ് ചെയ്യുന്നതിലൂടെ കിട്ടുക. ഇത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, എന്താണ് ബെനിഫിറ്റ് നോക്കാം. പപ്പായ ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ വരുന്ന ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഈ ഒരു ടീസോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ രണ്ട് വശവും മൗത്തിന്റെ മീൻസ് അപ്പർ ലോവർ ലിപ്സിന്റെ താഴത്തെ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഒരു ഇടുങ്ങി നിൽക്കുന്ന പോർഷൻസ് ഇല്ല, മൂക്കിന്റെ രണ്ട് സൈഡും താടിയുടെ സെൻട്രലായിട്ടുള്ള ഭാഗത്തിലാണ് നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കാണാം. ടീസോൺ അങ്ങനെ ഓർത്താൽ കുറച്ചുകൂടി നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഭാഗങ്ങളിൽ നമുക്ക് ചിലവർക്ക് വൈറ്റ് കളറിലായിരിക്കും കാണാം വൈറ്റ് ഹെഡ്സ്, ദെൻ ചിലവർക്ക് ബ്ലാക്ക് കളറിലാവും കാണാം, ഒരു തരി പോലെ ആണ് വരിക. അപ്പൊ അതിനെയൊക്കെ റിമൂവ് ചെയ്യാനും ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനും അതുപോലെ വളരെയധികം ബ്രൈറ്റൻ ആയിട്ട് ആ ടാൻ, നമ്മുടെ ഫേസിലുള്ള ടാൻ ഒക്കെ റിമൂവ് ചെയ്ത് സ്കിന്ന് വളരെയധികം ഗ്ലോ ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഫീൽ ചെയ്യും നമ്മളിത് യൂസ് ചെയ്തതിനു ശേഷം. ഈവൻ നമ്മൾ എന്താ പറയാ സൂര്യപ്രകാശത്ത് ഇറങ്ങുമ്പോഴുള്ള ആ സൺബേണിൽ നിന്ന് പോലും ഒരു റിലാക്സേഷൻ കിട്ടും, ഇറിറ്റേറ്റഡ് സ്കിന്നിനെ സൂക്കൻ ചെയ്യും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് അഷ്യൂർ നാച്ചുറൽ ഫേസ് സ്ക്രബിനുള്ളത്. ഇത് പിമ്പിൾസ് ഉള്ളവർക്ക് കൊടുക്കാൻ ഓഫ് മാസ്ക് ആണ്. ഇത് വളരെയധികം എഫക്റ്റീവും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ടും തരുന്ന പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നമ്മള് ഒരു ഫംഗ്ഷന് പോകണമെന്ന് വിചാരിക്കും, ഫേസ് പാക്കോ ഫേഷ്യലൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഫേസിലുള്ള ടാൻ റിമൂവ് ചെയ്യാനും ആ ഒരു ഗ്ലോ ഫീൽ ചെയ്യാനും സോഫ്റ്റൻ ചെയ്യാനും ഒക്കെ പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബാംബു ചാർക്കോൾ പൗഡറും അതുപോലെ ഡയമണ്ട് പൗഡറാണ്. ഇത് നമ്മുടെ ഫേസിലുള്ള എന്താ പറയാ ഡെഡ് സെൽസ് അതുപോലെ ആക്നെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുരുക്കൾ നമ്മുടെ ഫേസിൽ വരും. അത് പിമ്പിൾസിൽ ലെവൽ വലുതായിരിക്കില്ല. നമ്മൾ ഈ തലയിൽ ഡാൻഡ്രഫ് അങ്ങനെയൊക്കെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ഫേസിൽ ചെറിയ ചെറിയ കുരുക്കൾ വരും. അതിനാണ് ആക്നെ എന്ന് പറയാം. അത് ഓട്ടോമാറ്റിക്കലി പിന്നെ ചുരുങ്ങിയിട്ട് അവിടെ ബ്ലാക്ക് സ്പോട്ട്സ് വരും. ഡാർക്ക് സ്പോട്ട്സ് ആയിട്ട് നമ്മുടെ ഫേസിൽ കാണപ്പെടും. അപ്പൊ ആ ഫേസിൽ വരുന്ന ആക്നെയൊക്കെ റിമൂവ് ചെയ്യാനും കളറ്
ക്രമേണ കുറച്ച് അതിന്റെ ഒരു ഡാർക്ക് സ്പോട്സ് കുറച്ചു കൊണ്ടുവരാനും അതുപോലെ നമ്മളെ സ്കിന്നിൽ ഹൈഡ്രേഷൻ നിലനിർത്തി ജലാംശം നിലനിർത്തി നമ്മുടെ സ്കിൻ ഡാമേജിനെ റിപ്പയർ ചെയ്തുകൊണ്ട് നല്ലൊരു കോംപ്ലക്ഷനോട് കൂടിയുള്ള ഒരു സ്കിന്ന് നമ്മളിത് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും. അതുപോലെ സ്കിൻ ഏജിങ് നമുക്ക് പ്രായം എല്ലാവരും പ്രായം പെട്ടെന്ന് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും യങ് ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കണം. അപ്പൊ നമ്മുടെ ഏജിങ് തടയാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഇത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസിൽ കുറച്ച് കട്ടിയിൽ വേണം ഇത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് ഇത് പീൽ ഓഫ് ചെയ്യാൻ പറ്റും. പീൽ ഓഫ് ചെയ്ത് നമ്മൾ പറിച്ചെടുക്കാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ പറിച്ചെടുക്കുന്നതിലൂടെ ഈവൻ നമ്മുടെ ചെറിയ ചെറിയ രോമങ്ങൾ ഫേസിലുള്ളത് പോലും പോയി ക്ലീൻ ആവും, ഡീപ്ലി ക്ലെൻസ് ആവും, ഉള്ളിലെ പോർസ് ഒക്കെ ഓപ്പൺ ആയിട്ട് ഡീപ്ലി ക്ലെൻസ് ആവും. അപ്പൊ നമ്മുടെ സ്കിന്നില് 3 ലെയേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. ആ 3 ലെയേഴ്സിലും ഡീപ്പായിട്ട് പോയിട്ട് അതിന് വേണ്ട റിപ്പയറിംഗ് ഒക്കെ കൊടുക്കും. അപ്പം അത് യൂസ് ചെയ്യേണ്ടത് നമ്മൾ കട്ടിയില് കണ്ണിന്റെ ഭാഗം അടിഭാഗവും മോൾഭാഗവും സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമ്മൾ കുറച്ച് കട്ടിയിൽ അത് ഇടുക. കട്ടിയിൽ ഇട്ടതിന് ശേഷം നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ വേണം പീൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. താഴോട്ട് പറിച്ചെടുക്കരുത്, അപ്പൊ സ്കിന്ന് തൂങ്ങും. മേൽഭാഗത്തോട്ട് വേണം നമ്മളത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഉണങ്ങി കഴിയുമ്പോൾ നമുക്കറിയാലോ ഒരു 10 മിനിറ്റ് എന്തായാലും അത് ഉണങ്ങും. ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട സമയത്ത് നമ്മൾ പിന്നെ സംസാരിക്കാനോ അങ്ങനെ ഒന്നും പാടില്ല. കാരണം ആ സമയത്ത് ചുളിവുകൾ വീഴും. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫേസിൽ ഇതാക്കി കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അത് പീൽ ഓഫ് ചെയ്ത് കളയുക അപ്വേർഡ് ഡയറക്ഷനിൽ. പിന്നെ ബാക്കി നമ്മൾ നല്ല കോൾഡ് വാട്ടർ കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് ഫേസ് വാഷ് ഓഫ് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ടും നല്ല ഗ്ലോയും നമ്മള് ഫേസിന് കിട്ടുന്നുണ്ടായിരിക്കും. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. അതുപോലെ ഫേസ് സ്ക്രബിനെ കുറിച്ച് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഫേസ് സ്ക്രബ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യരുത്, വൺസ് ഇൻ എ വീക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിലുള്ള ഒരു റബ്ബ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ഉള്ളത് കാരണം നമ്മുടെ ഫേസ് ഡാമേജ് ആയി പോകും. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ അതിന്റെ ആവശ്യകതയുള്ളൂ. അതേപോലെ തന്നെയാണ് ചാർക്കോൾ പീൽ ഓഫ് മാസ്കും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇതിന്റെ MRP വരുന്നത് ₹285, DP 245 ആണ് വരുന്നത്. അടുത്തത് എന്താണ് SPF? സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും തന്നെ വെയിലത്ത് ഒരുപാട് പോകുന്ന ആൾക്കാരാണ്. ജോലിക്കാരായിക്കോട്ടെ, വണ്ടി 2 വീലറിൽ പോകുന്ന ആൾക്കാരുണ്ട്, ഇവൻ കുട്ടികളായിക്കോട്ടെ, വെയിലത്ത് കളിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെ ഒരുപാട് ടൈം സൂര്യപ്രകാശത്ത് ചെലവഴിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പൊ നമ്മളെല്ലാവരും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് സൺസ്ക്രീൻ ലോഷൻ. കാരണം നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് വളരെയധികം നമ്മുടെ സ്കിന്നിനെ അഫക്ട് ചെയ്യുന്നതാണ് അൾട്രാ വയലറ്റ് എ റേസും അൾട്രാ വയലറ്റ് ബി റേസും. ഇവൻ സൺബേൺ വരെ സംഭവിക്കും നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത്. അത്രമാത്രം കടുത്ത ചൂടാണ് ഇന്ന് നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.